ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ദാൽ തഡ്ക്കയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ദാൽ ഫ്രൈയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും അടിപൊളി രുചികരമായ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ പരിപ്പ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒരു വിസിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങളുടെ പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പല്ല എങ്കിൽ ഒരു അരമണിക്കൂർ കുതിർത്തെടുത്ത ശേഷം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തേക്കണേ. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് പരിപ്പ് വേവാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അതിനുശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് നമുക്ക് തുറന്നെടുക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് താളിച്ചെടുത്താൽ മതി. അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഒഴിക്കാം. നമ്മളിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ റോസ് സ്മെല്ല് മാറി അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പരിപ്പ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോകരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം കാണാൻ നല്ല കളറൊക്കെ ഉണ്ടാവും. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ പൊടികളുടെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ ഏകദേശം ഒരു 30-40 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇച്ചിരി തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇത് മൊത്തം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് നോക്കാം. അപ്പോൾ എനിക്കിത് ഉപ്പിൻ്റെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരൽപ്പം മല്ലിയിലയും കൂടി മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദാൽ ഫ്രൈ ആണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ. താങ്ക് യു.